സ്വഭാവവിശേഷങ്ങളൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. മിക്കവാറും ഒന്നും മാറിയിട്ടില്ല. ഭാര്യയ്ക്ക് ഭാര്യ അടിക്കുന്നതിനോട് ഭാര്യയ്ക്ക് പ്രശ്നമില്ല. ലാല് മദ്യപിച്ച് കാണുമ്പോഴാണ് അതിൻ്റെ ഉല്ലാസമൊക്കെ ഉണ്ടെന്നുള്ള ഭാര്യ പറയാറുണ്ട് മനസ്സിൽ. ഭാര്യയ്ക്ക് മാത്രമല്ല, എനിക്കും എന്നെ ഇഷ്ടപ്പെടാത്ത സ്വഭാവം അതാണ്. വലിയൊന്ന് നിർത്തി പിന്നെ വീണ്ടും ഒരു ഇംഗ്ലീഷിൽ നിന്ന് മുംബൈ എന്നൊക്കെ കുറച്ച് പെമ്പിള്ളേരെ കണ്ടപ്പോൾ വീണ്ടും വലിയ തുടങ്ങി. കറക്റ്റ്. നിങ്ങൾ 100-ൽ മാർക്ക് പഠിക്കട്ടോ. എന്നോട് ആ സിനിമ സംവിധാനം എൻ്റെ നമ്മുടെ ഒരു സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞു കൊച്ചു പെമ്പിള്ളേരിങ്ങനെ പുകവലിക്കുന്ന കണ്ടപ്പോൾ ലാല് വിചാരിച്ചു എന്നാൽ ശരി അതുപോലെ ആയിക്കളയത്. അല്ലത് വലിയ ക്ഷീണമായി പോയി. 2-3 കാര്യങ്ങൾ. ഒന്ന് ഭയങ്കര തണുപ്പായിരുന്നു, മൂന്നാറിലായിരുന്നു. തണുപ്പിൽ ഞാൻ 3 മാസമായിട്ട് പുകവലിയൊക്കെ നിർത്തിയിരിക്കുന്ന ഞാൻ എൻ്റെ മുമ്പിൽ വന്നിട്ട് ഡയലോഗ് പറഞ്ഞിട്ട് പെൺകുട്ടികളെ വന്നിട്ട് അപ്പോൾ സാർ മറ്റേ പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ഈ ഒന്ന് പെട്ടെന്ന് ചെറുതായി പോയി എന്ന് തെറ്റിദ്ധരിച്ചു ഒരു സെക്കൻഡ്. നമ്മുടെ ആത്മാവിനെ ഒന്ന് കുത്തി. പിന്നെ ഈ പറഞ്ഞ പോലെ തണുപ്പും അങ്ങനെ അവിടെ തുടങ്ങിയിട്ട് പിന്നെ കുഴപ്പമില്ല. നമുക്ക് നിർത്തണ്ടല്ലോ. നിർത്തണം. എപ്പോൾ നിർത്തണം? എത്രയും പെട്ടെന്ന് നിർത്തണം. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ജംഗ്ഷനിൽ വെച്ച് ഒരു പ്രഖ്യാപനം നടത്താം. ഈ ജംഗ്ഷനിൽ വെച്ചൊരു പ്രഖ്യാപനം നടത്താം. ഞാൻ ഇന്ന തീയതി മുതൽ പുകവലി നിർത്താൻ പോകും. നന്നായൊരു ചെയിൻ സ്മോക്കറായ ഒരാൾ ഈ ജംഗ്ഷനിൽ വന്നിട്ട് പുകവലി നിർത്തി. PC ജോർജ്. ആ, അദ്ദേഹം സെപ്റ്റംബർ 30 പുകവലി നിർത്തി. എത്രയോ പതിറ്റാണ്ടുകളുടെ ഒരു ദുശീലം. അപ്പം എത്ര സൽസ്വഭാവിയും സന്മാർഗനാണ് ഞാനെന്ന് മനസ്സിലായില്ല. നല്ല വലിയ പുണ്യം കിട്ടുന്ന കാര്യത്തില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്താലേ നിർത്തണ്ടേ? എന്താ നിങ്ങൾ പറ. അതെ, അവര് കേട്ടത് നമുക്ക് ചർച്ച നിർത്തണ്ടെന്നാണ്. കലണ്ടർ തീയതി എടുത്തു. നിങ്ങളുടെ കയ്യിൽ രേഖ എൻ്റെ കയ്യിൽ രേഖയായിട്ട് സാമ്യമുണ്ട്. എന്തൊരു നമുക്കൊരു പൊരുത്തമുണ്ട് കേട്ടോ. എടുക്ക്. ഏതാ? എടുക്ക്, ഡേറ്റ് എടുക്ക്. അങ്ങനെയാണ് നീട്ടി വെക്കരുതല്ലോ. എന്നാ പറഞ്ഞോ, തീരുമാനിച്ചു. നമുക്ക് ചർച്ച നിർത്താമല്ലേ? അല്ല, ഒരു മാസം കൊണ്ട് നിർത്താം. 1 മാസം. അപ്പം എത്രയാ 1 മാസം? നവംബർ 7 ഈ ലാൽ സിഗരറ്റ് വലി നിർത്താൻ പോവുകയാണ്, പുകവലി നിർത്താൻ പോവുകയാണ്. യെസ്, എനിക്ക് എന്തൊരു സ്നേഹമായി. ലാൽ, എൻ്റെ അപ്പൻ പോലും ലാലിന് ഇതുപോലെ മര്യാദ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. എൻ്റെ വൈഫ് പറയുന്നുണ്ടാവും, ഈ ബ്രിട്ടാസ് ഇത്ര നാളെ പരിചയപ്പെട്ടു, ഇയാളെ കൊണ്ട് എനിക്കൊരു ഗുണമുണ്ടാവും. വൈഫിന് നമ്മളോട് എതിർപ്പാണോ? ഇല്ലില്ല, എൻ്റെ മകനൊക്കെ നിങ്ങളുടെ വലിയ ഫാനാണല്ലേ? രക്ഷപ്പെട്ടു. കുടുംബം ഞാൻ ഈ പരിപാടിക്ക് വരാൻ കാരണം അവനാണെന്ന് പറയാം. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ വേറെ കാര്യമുള്ളപ്പോൾ പപ്പ തലം പോയ അവിടെ പോയി നുണ പറയില്ല എന്ന് എനിക്കറിയാം. നുണ പറയുന്നവർക്കല്ലേ പിന്നെ പറയുമ്പോൾ തെറ്റിപ്പോകുന്ന പ്രശ്നം വരുന്നുള്ളൂ. സത്യമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ലാലേഷ്, യഥാർത്ഥത്തിൽ ഇത് വളരെ കറക്റ്റാണ് നിങ്ങളുടെ മകൻ. എന്താ കാരണം അറിയോ? ഓർമ്മശക്തി യഥാർത്ഥത്തിൽ വേണ്ടത് നുണ പറയുന്നവർക്കാണ്. അയ്യോ, എന്താ വെച്ചാൽ ഇത് രണ്ടും കൂടി ചേഞ്ച് ചെയ്യും. ഈ പിള്ളേർക്ക് അറിയാം നന്നായിട്ട്. കൂട്ടിമുട്ടാണ്ടാവും. ഇത് രണ്ടും കൂടി ഇപ്പോൾ വീട്ടിൽ കള്ളം പറഞ്ഞു അവസാനം അവിടെ എത്തുമ്പോൾ പിടിക്കും. ഇതൊക്കെ അവർക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ലാലിലെ നടൻ വീണ്ടും പക്വത ആർജിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമ ഒഴിമുറി. ഒരുപക്ഷെ ക്രൗര്യം നിറഞ്ഞ, എന്താ പറയുക, ഒരു മനുഷ്യൻ്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവത്തിൻ്റെ എല്ലാ തലങ്ങളും, എന്നാൽ അന്തർധാരയായി ഒരു മനുഷ്യൻ്റെ നന്മയും കൂടി നിറഞ്ഞു നിൽക്കുന്നൊരു സിനിമ ഒഴിമുറി. ദേശീയ ബഹുമതി, സ്പെഷ്യൽ ജൂറി മെൻഷൻ. ലാൽ ഗംഭീരായിരുന്നു. ആക്ച്വലി ഞാൻ ഈ ഒളിമുറി പടം കണ്ടിട്ട് ഞാൻ ഉടനെ വിളിക്കുകയും ചെയ്തു നിങ്ങളെ. അതിനകത്ത് നിങ്ങളുടെ അഭിനയം ഒരു എന്താ പറയാനാ, സംതിങ് ഫാൻറ്റാസ്റ്റിക്. അതിനൊരു സ്പെഷ്യൽ റീസൺ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ കറങ്ങി നടന്ന സ്ഥലങ്ങളാണ് വെസ്റ്റ് നെയ്യൂർ, കുലശേഖരം, മാർത്താണ്ഡം, കുണ്ടുകുളി, തളിക്കാരംകുളം, ആ ഏരിയ. അപ്പോൾ അവിടെ ഒരു നല്ലൊരു ഭാഗം മലയാളീസ് ഉണ്ട്. അവർ ആക്ച്വലി ദേ ആർ നോട്ട് എക്സാക്ട്ലി ഇവിടെ താമസിക്കുന്ന മലയാളീസ് അല്ല. അവർ ദാറ്റ് ഈസ് എ സെപ്പറേറ്റ് ഒരു കൾച്ചറാണ്. ബട്ട് ക്വസ്റ്റ്യൻ ഈസ്
ഇത് എങ്ങനെ സാധിച്ചു നിങ്ങൾക്ക്? ഇത് കറക്റ്റായിട്ട് ആ ഭാഗത്തിലുള്ള ഒരു ടിപ്പിക്കൽ ആളായിട്ട് അഭിനയിക്കാൻ എങ്ങനെ സാധിച്ചു എന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി മലയാളിയുടെ വാർത്തായുഗത്തിലെ ഏറ്റവും വലിയൊരു ദുരന്ത കഥാപാത്രമാണത്. നമ്പി നാരായണൻ ISROയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ചാരക്കേസിൽ പ്രതിയായി ഒരുപാട് അനുഭവിച്ചു. സമസ്തവും നഷ്ടപ്പെട്ടു. പക്ഷെ ആ മനുഷ്യൻ്റെ മനസ്സിനെ പോലും ലാലെന്നുള്ള കഥാപാത്രം പിടിച്ചുലച്ചു. അദ്ദേഹം പടങ്ങളിൽ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. കാരണം നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തു നിന്നുള്ളൊരു വിളിയാണ്. നമ്മുടെ സുഹൃത്തുക്കൾ വിളിക്കുന്നു, ബന്ധുക്കൾ വിളിക്കുന്നു, സിനിമയിലുള്ളവർ വിളിക്കുന്നു. അതൊക്കെ വ്യത്യാസമായിട്ട് നമുക്ക് എന്താ പറയുക, അദ്ദേഹത്തിന് തന്നെ വിളിക്കേണ്ട ഒരു കാര്യമില്ല, ഒരു പൊരുത്തമില്ല നിങ്ങൾ. അപ്പോൾ അതങ്ങനെ പുള്ളി വിളിക്കണമെങ്കിൽ അത് എത്ര കണ്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്പർ തേടി പിടിച്ച് വിളിച്ചത്. അത് ഒരു വലിയ അവാർഡാണ്. സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തോടൊപ്പം വേണമെങ്കിൽ നിൽക്കാൻ പറ്റുന്ന ഒരു അതെ, തീർച്ചയായിട്ടും. ഇതുപോലുള്ള എത്രയോ പ്രേക്ഷകരെ ലാലെന്നുള്ള നടൻ സ്വാധീനിച്ചിട്ടുണ്ടാകും.